ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദിക്കുബലിക്കായി ഭഗവതി പുറപ്പെട്ടിട്ട് പടിഞ്ഞാറ് ദിക്കായ പാപ്പനംകോടേക്ക് എത്തുന്നതിന് വഴിമധ്യമാണ് നമ്മളിപ്പോൾ തെന്നൂർ എന്ന് പറഞ്ഞ പ്രദേശത്തേക്കാണുള്ളത്. തെന്നൂർ നമുക്ക് കാണാം വഴി തിരിഞ്ഞു പോകുന്ന ഒരു പ്രദേശമാണ്. ഇതുവരെ നമ്മൾ നേരെ ഒരു വഴിയാണ് നടന്നു വന്നത്. ഇനി വഴി തിരിഞ്ഞ് പണ്ടിതൊക്കെ ഒരു പാടമായിരുന്നു. ഇതൊക്കെ പരമ്പരാഗതമായ വഴിയാണ്. ഭഗവതി പണ്ട് കാലത്ത് പാടത്തുകൂടിയാണ് വന്നിരുന്നത്. ഇന്ന് നമുക്ക് പാടമൊന്നും കാണാനില്ല. എല്ലായിടത്തും വീടുകളായി കഴിഞ്ഞു, കെട്ടിടങ്ങളായി കഴിഞ്ഞു. ഭഗവതി പാടത്തുകൂടെ അല്ല വരുന്നെങ്കിലും പണ്ട് വന്ന അതേ വഴി തന്നെയാണ് ഭഗവതിക്ക് ഇഷ്ടമെന്ന് പലപ്പോഴും പ്രശ്നവിധിയാൽ തെളിഞ്ഞതുകൊണ്ട് ഇപ്പോഴും ഭഗവതി ആ പണ്ട് പാടങ്ങൾ ഉണ്ടായിരുന്ന അതേ വഴികളിലൂടെയാണ് വരുന്നത്. ഇന്നിപ്പോൾ ചെറുതായി പാത ഒരുക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വയൽ വഴിയിലൂടെ തന്നെയാണ് ഭഗവതി സഞ്ചരിക്കുക. ഇപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. ഇതെല്ലാം ക്ഷീണം തോന്നില്ല കേട്ടോ. കാരണം ഈ വഴികളിലൂടെ നടക്കുമ്പോൾ പലയിടങ്ങളിലും ഇരുവശങ്ങളിലും ദീപം തെളിയിച്ചു വെച്ചിട്ടുണ്ട്. താലപ്പൊലി എന്തി പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. ആരവങ്ങൾ, ആകാശത്ത് പൂരം, അങ്ങനെ ഒരു ഉത്സവ ലഹരിയിൽ നമ്മൾ സമയം പോകുന്ന ഒന്നും അറിയുന്നില്ല. ഒന്നാമത് വരുന്നത് കാലത്തെ എല്ലാം ആളുന്ന കാളിയാണ്. അപ്പോൾ പിന്നെ സമയത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. സമയമൊക്കെ നമ്മളെ കടന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് വെളുപ്പിന് 2 മണിയായി. നമ്മൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടുണ്ടാവും. ഇനിയും പോകാനുണ്ട് ദൂരം. പക്ഷെ ഓർക്കുക ഒരു കാര്യം, ഇന്നും പാടത്തുകൂടി വരാൻ ഇഷ്ടപ്പെടുന്ന ഭഗവതി, അതായത് പരമ്പരാഗതമായ വഴിയിലൂടെ തന്നെ വരാൻ ഇഷ്ടപ്പെടുന്ന ഭഗവതിക്ക് വേണ്ടി നമ്മൾ പക്ഷെ പാടമൊന്നും സൂക്ഷിച്ചിട്ടില്ല കേട്ടോ. പാടമൊക്കെ അധികവും വീടുകളായി മാറിയിട്ടുണ്ട്, റോഡുകൾ മാറി, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഭഗവതി പലതവണ പ്രശ്നം വെച്ച് നോക്കിയിട്ടും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വെള്ളായണിയിൽ നിന്ന് ദേശീയപാത സുഗമമായിട്ട് ദേശീയപാതയിലൂടെ പാപ്പനംകോട് എത്താൻ പറ്റും. പക്ഷേ പ്രശ്നം വെച്ച് നോക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും തെളിയുന്നത് ഭഗവതിക്ക് ഈ വയൽ വഴികളിൽ കൂടെ തന്നെ വരണമെന്നാണ്. അപ്പം നമ്മൾ ഭക്തരുണ്ടല്ലോ, ഇപ്പം നമ്മൾ രാത്രി ഉറക്കൊഴിയണു, അതുപോലെ ഇത്രയും കാര്യങ്ങൾ ഭഗവതിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധാപൂർവം ചെയ്യുന്ന നമുക്ക് എന്തുകൊണ്ട് ഭഗവതിക്ക് വരുവാനുള്ള വയലുകളും വരമ്പുകളും സൂക്ഷിച്ചുകൂടാൻ തോന്നുകയാണ്. ഈ വരവ് വയൽ വരമ്പിലൂടെ ആണെങ്കിലോ, ഈ കാസർഗോഡൊക്കെ നമ്മൾ ചീമേനിയിലൊക്കെ തെയ്യം വരുമ്പോൾ അത് വയലിൽ കൂടെ തന്നെ വരുമ്പോൾ ഒരു പ്രത്യേകമായ ഊർജ്ജമാണ്. ഇവിടെയും ഭഗവതി അങ്ങനെ വയലിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ആ കതിരുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വയലിലൂടെ വരുന്ന ഒരു വരവ് മനസ്സ് ചിന്തിക്കുമ്പോൾ തന്നെ ഉല്ലാസവും ഉത്സാഹവും വരികയാണ്. അപ്പോൾ ഏതായാലും ഭഗവതി ഇപ്പോൾ ഏതായാലും ദിക്കുകളെല്ലാം നോക്കുകയാണ്. കളം കാവലാവാൻ വേണ്ടിയിട്ട് ദിക്കുകൾ എന്ന് പറഞ്ഞാൽ 4 ദിക്കുകളാണ്. അതുപോലെ അതിൽ ഓരോ ദിക്കുകളിൽ ഇപ്പോൾ പള്ളിച്ചല്, കല്ലിയൂര്, അത് കഴിഞ്ഞ് പാപ്പനംകോട് കഴിഞ്ഞ് ഓരോ ദിവസവും കോലിയക്കോട്, ഇങ്ങനെ 4 ദിക്കുകളാണ്. ഈ 4 ദിക്കുകളിൽ പടിഞ്ഞാറ് ദിക്കായ പാപ്പനംകോടിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാൽനടയായുള്ള സഞ്ചാരം 1.5 മണിക്കൂറോളം പിന്നിട്ട് നമ്മൾ ഏതാണ്ട് പാപ്പനംകോട് കരയുടെ ദിക്കുബലി കളത്തിനരികിലേക്ക് എത്തുകയാണ്. ദിക്കുബലി കളം എന്നാണ് പറയാട്ടോ. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ 4 കരകളുണ്ട് എന്ന്. അത് പള്ളിച്ചൽ, കല്ലിയൂര്, പാപ്പനംകോട്, കോലിയക്കോട്. ഈ ഓരോ കരകളും മത്സരമാണ്. ഏറ്റവും ഗംഭീരമായി ഭഗവതിയെ സ്വീകരിക്കുവാനും ഭഗവതിക്ക് വേണ്ടുന്ന വിശേഷങ്ങളെല്ലാം അണിയിച്ചൊരുക്കുവാനും. നമ്മളിപ്പോൾ ഏതാണ്ട് ആ പ്രദേശത്തിന് അടുത്തെത്തിയത് കൊണ്ട് തന്നെ പാപ്പനംകോട് ദേശക്കാർ, അതുമായി ബന്ധപ്പെട്ടവർ, ദിക്ക് ബലി കളത്തിന് വേണ്ടിയിട്ടുള്ള ചുമതല വഹിക്കുന്ന എല്ലാവരും, അവിടുത്തെ സ്ത്രീജനങ്ങൾ ഭഗവതിയെ താലപ്പൊലി, അഷ്ടമംഗല്യ വിളക്കം വെച്ച് താലപ്പൊലി എന്തി സ്വീകരിച്ചു കൊണ്ടുവരികയാണ് ഭഗവതിയെ. അപ്പം അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഇതിനും പുറകിലായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ട ആ അമ്മ കുഞ്ഞിനെ, ശിവലിംഗത്തെ കുഞ്ഞായിട്ട് എടുത്ത് വരുന്ന അമ്മയാണ് ആദ്യം വരിക. അതിന് പുറകിൽ ഭഗവതിയുടെ ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടുവന്ന കാഴ്ചകൾ. പക്ഷെ ഇപ്പോൾ ഈ കാണുന്നത് പാപ്പനംകോട് ദിക്കുബലി കളത്തിലെ അവർ അതിൻ്റെ ചുമതലയുള്ളവർ വന്ന് ഭഗവതിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പം ശരിക്കും ഈ നടന്നു വരുന്ന വഴിയുണ്ടല്ലോ, ഇത് ശരിക്കും ഒരു കാടിനകത്ത് കൂടി അല്ലെങ്കിൽ ഒരു ചെറിയ പാടത്തു കൂടി വരുന്ന പോലെയാണ്. ഒരു പറമ്പാണിത്. നമ്മൾ റോഡിൽ നിന്നൊരു ചെറിയ ഇടവഴിയിലേക്ക് കയറിയിട്ട് പിന്നെ ഒരു പറമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്.
അപ്പോൾ ധാരാളം മരങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു വഴിയിലൂടെയുള്ള ഈ വരവ് ഇപ്പം നമുക്ക് ശരിക്കും കണ്ടാൽ ആ ദീപങ്ങളൊക്കെ പിടിച്ച് സ്ത്രീകളും കുടയുടെ വെളിച്ചവും പിന്നെ ഭഗവതി ആ ആരവങ്ങളൊക്കെ അകലെ നിന്ന് കേൾക്കാം. ഇപ്പം ശരിക്കും ഇതൊരു ഉത്സവത്തിൻ്റെ ഗംഭീരമായ ഭാവത്തിലേക്ക് എത്തി. Mochita's Moksha, Journey to the Self.